സയൻസ് ബേസ്ഡ് വർക്കൗട്ട് വേഴ്സസ് നമ്മുടെ പഴയകാല ബോഡി ബിൽഡേഴ്സ് ചെയ്ത ഓൾഡ് സ്കൂൾ വർക്കൗട്ട്, ഏതാണ് ഏറ്റവും ബെറ്റർ? നിങ്ങൾ ഏതാണ് ചെയ്യേണ്ടത്? എന്താണ് ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഏതെങ്കിലും ഒരു ട്രെയിനിങ് മെത്തേഡ്സിനെ താഴ്ത്തി പറയാനോ ഒന്നിനെ പൂഴ്ത്തി പറയാനോ അല്ലെങ്കിൽ ഞാൻ ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ കുറച്ച് പെർസ്പെക്റ്റീവിലെ കാര്യങ്ങളാണ് ഇവിടെ വെക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. സോ നിങ്ങൾ ചിലപ്പോൾ എന്നോട് വിയോജിക്കുന്നുണ്ടാവാം, അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സയൻസ് ബേസ്ഡ് അല്ലെ ഓൾഡ് സ്കൂൾ വർക്കൗട്ട്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ബേസിക്കലി നമ്മളെ വർക്കൗട്ട് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതായത് നമ്മളെ മസിലുമ്മിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മെക്കാനിക്കൽ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ മസിൽസ് ബിൽഡ് ആക്കാനുള്ള ഒരു ശ്രമം നടത്തുക, അതിലെ സ്ട്രെങ്ത് ബിൽഡ് ആക്കാനുള്ള ശ്രമം നടത്തുക. ഇതാണ് നമ്മുടെ മെയിൻ ഗോൾ. അപ്പോൾ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പ്രൈമറി ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ മസിൽസിന് നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യുന്നു, അതായത് എങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെയൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല. അതായത് നമ്മൾ എങ്ങനെ ചെയ്താലും നമ്മുടെ മസിൽസിൽ മെക്കാനിക്കൽ ടെൻഷൻ ഡെവലപ്പ് ആവുന്നുണ്ടെങ്കിൽ അത് ഗ്രോ ആവും. അതായത് നിങ്ങളിപ്പം ഓൾഡ് സ്കൂൾ ടൈപ്പ് വർക്കൗട്ട് ചെയ്താലും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തുള്ള പോലത്തെ പല വർക്കൗട്ട് ചെയ്താലും നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള മസിൽ ഗ്രോത്ത് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഇനി ഈവൻ നിങ്ങൾ വർക്കൗട്ട് ഒന്നും ചെയ്യാതെ നിങ്ങൾ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്ന, അതായത് ഇപ്പോൾ കല്ലിന്റെ പണി, അതുപോലെ തന്നെ മരത്തിന്റെ പണി, ഇതുപോലെ കഷ്ടപ്പെട്ട് മസിൽ കൂടുതൽ ആക്ടിവേറ്റ് ആകുന്ന വർക്കുകൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. മസിൽ ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കോമ്പണന്റ് എന്ന് വെച്ചാൽ നമ്മുടെ മസിൽസിലേക്ക് വരുന്ന മെക്കാനിക്കൽ ടെൻഷൻ, അതുപോലെ നമ്മൾ പ്രോഗ്രസീവ് ആയിട്ട് ഓവർലോഡ് ചെയ്യുന്ന ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മസിൽ റിക്കവറിക്കുള്ള ന്യൂട്രീഷൻ, പിന്നെ നമ്മുടെ സ്ലീപ്പ്, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഏത് ടൈപ്പ്, അതായത് ഓൾഡ് സ്കൂൾ ടൈപ്പ് വർക്കൗട്ട് ചെയ്താലും ഇനി ഇന്നത്തെ പോലത്തെ മോഡേൺ ടൈപ്പ്, അതായത് മെഷീൻസിലൊക്കെ വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള മസിൽ ഗ്രോത്ത് ആണ് കിട്ടാൻ പോകുന്നത്. ഇനിയിപ്പോൾ സ്ട്രെങ്ത്തിന്റെ കാര്യം നമ്മൾ പറയാന്ന് വെച്ചാലും ഇതേ രീതിയിൽ തന്നെയാണ് വരാൻ പോകുന്നത്. ഇനി നമ്മൾ ഓൾഡ് സ്കൂൾ വർക്കൗട്ടിന്റെ ഭാഗത്തേക്ക് പോയാൽ നിങ്ങൾക്ക് ചില ആൾക്കാരെ കാണാൻ പറ്റും. അർണോൾഡ് ഇങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത്, ലീഹാനെ ഇങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത്, അതുപോലെ റോണി കോൾമാൻ ഇങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത് എന്നൊക്കെ പറയും. ആൻഡ് അവർ ചെയ്ത ഫോമിലൊക്കെ ഉള്ള തെറ്റൊക്കെ അവർ പറയും, ഇതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ, ഇതാണ് നിങ്ങൾക്ക് കൂടുതൽ മസിൽ ഉണ്ടാക്കുക. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് നമുക്ക് വർക്കൗട്ടിനെ കുറിച്ച് കൂടുതൽ നോളജോ സയന്റിഫിക് സ്റ്റഡീസോ ഒന്നും അന്ന് അവൈലബിൾ ആയിരുന്നില്ല. ഇന്നത്തെ കാലത്താണ് ഒരുപക്ഷെ അർണോൾഡും റോണി കോൾമാൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരും ചിലപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇന്നത്തെ സയന്റിഫിക് റിസർച്ച് അനുസരിച്ചുള്ള വർക്കൗട്ട് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അന്നത്തെ കാലത്ത് അവർക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കണം അവരങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇനി ഇവർ തന്നെ ചോദിക്കും ചിലപ്പോൾ, എന്നിട്ടും അവർക്ക് നല്ല രീതിയിൽ മസിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാതെ പോലും നല്ല രീതിയിൽ മസിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മുടെ സ്റ്റിറോയിഡ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നമ്മളെ പ്രത്യേകിച്ച് ബോഡി ബിൽഡിങ്ങിൽ. കാരണം സ്റ്റിറോയിഡ്സ് നമ്മളെ റിക്കവറി ഫാസ്റ്റ് ആക്കുന്നത് മാത്രമല്ല നമ്മുടെ ബേസ് ലൈൻ മസിലിനെയും സ്ട്രെങ്ത്തിനെയും കൂടുതൽ കൂട്ടും. അപ്പൊ ഇത് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു വീഡിയോയിൽ അത് പറയാൻ തന്നാൽ ഒരുപാട് പോകും. അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. സോ ബാക്ക് ടു അവർ ടോപ്പിക്. അർണോൾഡ്, റോണി കോൾമാനെ പോലുള്ളവരൊക്കെ ഇങ്ങനത്തെ വർക്കൗട്ട്, ഇങ്ങനത്തെ പല രീതിയിലുള്ള മോശം ഫോം ചെയ്തിട്ട് കൂടെ അവർക്കൊന്നും പറ്റിയില്ല, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ മസിൽ ഉണ്ടാക്കാൻ പറ്റി. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ അവർ നല്ല രീതിയിലുള്ള ജെനറ്റിക്സ്, ഒന്നാമത്തെ കാര്യം, പിന്നെ ഡ്രഗ്സ്, പിന്നെ അവർ ഇത്രയും മോശം രീതിയിൽ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്തിട്ട് അവർക്ക് ഇഞ്ചുറി ഒന്നും വന്നിട്ടില്ല എങ്കിൽ അവരെ ജെനറ്റിക്സ് അത്രയും നല്ലതായതുകൊണ്ടാണ്. അതെ, നിങ്ങളും അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിലും മോശമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും നിങ്ങൾ പോകാൻ പോകുന്നത്. സോ അർണോൾഡ് ഇങ്ങനെയാ ചെയ്തത്, ഞാൻ ഇങ്ങനെയാ ചെയ്യാൻ പോകുന്നതെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് അർണോൾഡാണ്, ഇത് നിങ്ങളാണ്. അത് മനസ്സിൽ എപ്പോഴും വെച്ചിരിക്കുക. ഇനി ഇന്നത്തെ കാലത്തെ മോഡേൺ രീതിയിൽ ട്രെയിൻ ചെയ്യുന്നവർ, അതായത് നമ്മുടെ എസെൻട്രിക് പോർഷൻ കൂടുതൽ കൺട്രോൾ ചെയ്തും അതുപോലെ തന്നെ ടൈം അണ്ടർ ടെൻഷനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടും അതുപോലെ കറക്റ്റ് ഫോമിൽ ചെയ്യാൻ നോക്കിയിട്ടൊക്കെ ചെയ്യുന്നവർ. അപ്പൊ ഇതിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരുപാട് സയന്റിഫിക് ലിറ്ററേച്ചേഴ്സ് ഈ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും ഓപ്റ്റിമായിട്ട് തോന്നുന്ന ഒരു ട്രെയിനിങ് മെത്തേഡ്. എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡിലും കുറച്ച് ഫ്ലോസ് ഉണ്ട്. അതായത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് സയന്റിഫിക് റിസർച്ച് അതുപോലത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ടുള്ള കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ യൂസ് ആക്കുന്നത്. അതായത് ഇപ്പം നാളെ ചിലപ്പോൾ നമുക്കുള്ളതിന്റെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി വരാം, ഇത് പ്രൂവ് ചെയ്യപ്പെടാം. അങ്ങനെയാണ് നമ്മൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നൊക്കെ തെറ്റാന്നത് പ്രൂവ് ആയിപ്പെടും. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാന്ന് വെച്ചാൽ, പണ്ടത്തെ ബോഡി ബിൽഡേഴ്സ്, റോണി കോൾമാന്റെ ഉദാഹരണം വെച്ച് തന്നെ പറയാം. അതായത് അദ്ദേഹം ബെൻഡ് ഓവർ റോസ് വളരെ ചെറിയ റേഞ്ച് ഓഫ് മോഷനിൽ പെർഫോം ചെയ്യുന്ന പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പലരും ഇതിനെ ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാരാണ്. ഇങ്ങനെ റേഞ്ച് ഓഫ് മോഷൻ നിങ്ങൾ ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് ബെനിഫിഷ്യൽ അല്ല എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ നമുക്ക് പുതിയ റിസർച്ച് വഴി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ ലോങ് ലെങ്ത്തിൽ ചെയ്യുന്ന പാർഷ്യൽ മൂവ്മെന്റ്, അതായത് പാർഷ്യൽ ആയിട്ട് നമ്മൾ റേഞ്ച് ഓഫ് മോഷൻ ചെയ്യുന്ന ചില മൂവ്മെന്റുകൾ അത് ലോങ് ലെങ്ത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ
ചിലപ്പോൾ അത് ഫുൾ റേഞ്ച് ഓഫ് മോഷനെക്കാട്ടും ബെറ്റർ ആയിരിക്കും എന്നാണ്. സോ നമ്മൾ ഇന്നത്തെ സയന്റിഫിക് റിസർച്ച് ഒക്കെ പോയിന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ചെയ്യുന്ന ഒരു എക്സസൈസിനെക്കാട്ടും ബെറ്റർ ലോങ് ലെങ്ത്തിൽ പാർഷ്യലായിട്ട് ചെയ്യുന്ന ഒരു റേഞ്ച് ഓഫ് മോഷൻ ഉള്ള ഒരു എക്സസൈസ് ആണെന്നാണ്. സോ ഈ ഒരു കാര്യം നമ്മൾ ഇന്ന് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഡോറിയൻ യേറ്റ്സ് അല്ലെ റോണി കോൾമാൻ ഒക്കെ ചെയ്ത എക്സസൈസുകൾ ഒരുപക്ഷെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത പോലെ ഫുൾ റേഞ്ച് ഓഫ് മോഷനെ കാട്ടും അവർ ചെയ്ത രീതിയിലായി ചെയ്യുന്നതായിരുന്നു ഏറ്റവും ബെറ്റർ എന്ന്. സോ നമുക്ക് മനസ്സിലാവും അവർ ഷോർട്ട് റേഞ്ച് ഓഫ് മോഷനിലാണ് ചെയ്തെങ്കിലും അത് ലോങ് ലെങ്ത് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അത് ഫുൾ റേഞ്ച് ഓഫ് മോഷനെക്കാട്ടും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ഇപ്പൊ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിന് നാളെ പുതിയൊരു റിസർച്ച് വരികയും അത് ഇപ്പൊ നമ്മൾ വിചാരിച്ച സാധനം അങ്ങനെ തന്നെ ചിലപ്പോൾ മാറാനുള്ള ചാൻസും ഉണ്ട്. ഇനി വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന ടൈം അണ്ടർ ടെൻഷൻ ഒക്കെ ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. അതുപോലെ എസെൻട്രിക് നമ്മൾ എത്രത്തോളം സ്ലോ ആയിട്ട് കൊണ്ടിരുന്നു അത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് കിട്ടും എന്നൊക്കെയാണ് ഞാനും ഇങ്ങനെ തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്താണ് ഞാൻ വേറൊരു സ്റ്റഡി കാണുന്നത്. അതായത് നമ്മൾ 2 സെക്കൻഡ് നെഗറ്റീവ് മോഷനിൽ എടുക്കുന്നതും 8 സെക്കൻഡ് എടുക്കുന്നതും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ എത്രയും വലിയ മസിൽ ഗ്രോത്തിൽ വ്യത്യാസമൊന്നുമില്ല. സോ നമ്മൾ കൂടുതൽ ടൈം വേസ്റ്റ് ആക്കിയിട്ട് എസെൻട്രിക് ചെയ്യുന്നതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. സോ നമ്മൾ ടൈമും കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു 4 സെക്കൻഡിന്റെ അടുത്ത് നെഗറ്റീവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായാലും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വരിക. പിന്നെ ഇനി നമ്മൾ ഇത്രയും പറഞ്ഞതിന് ശേഷം ഓൾഡ് സ്കൂൾ വർക്കൗട്ട് ചെയ്യണോ അതോ സയൻസ് ബേസ്ഡ് വർക്കൗട്ട് ചെയ്യണോ ആ ഒരു കൺഫ്യൂഷനിൽ നമ്മൾ ഉണ്ടാവും. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതിന് രണ്ട് ഇടയിലാണെന്നാണ്. അതായത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾഡ് സ്കൂൾ വർക്കൗട്ടും അതുപോലെ തന്നെ സയൻസ് ബേസ്ഡ് വർക്കൗട്ടും കമ്പൈൻ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് നമ്മൾ അത്യാവശ്യത്തിനൊക്കെ നമ്മൾ ഫ്രീ വെയിറ്റും യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ മെഷീൻസും അതിന്റെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുക. അതായത് കുറച്ചൊരു ബാലൻസ് ചെയ്തിട്ട് നമ്മൾ രണ്ടും കൂടി കൂട്ടിയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പൊ ജിമ്മിൽ നിങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോം തന്നെ ചേസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറിയ രീതിയിൽ നിങ്ങളുടെ ഫോം തെറ്റിയെന്നുകൊണ്ട് നിങ്ങൾക്ക് വലുതായിട്ടൊന്നും പറ്റാൻ പോകുന്നില്ല. ഇനി ഫോം തെറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഡെഡ് ലിഫ്റ്റ് അല്ല സ്ക്വാട്ട് പോലത്തെ മെയിൻ എക്സസൈസ് അല്ല. ഒരു ബൈസെപ്പ് കേൾ ചെറുതായിട്ട് നിങ്ങളുടെ മൊമെന്റിനെ യൂസ് ചെയ്താൽ ഒന്നും പറ്റാനൊന്നും പോകുന്നില്ല. സോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ചില ബ്ലണ്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനോട് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല. ദാറ്റ്സ് ഓക്കെ. നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടുക. നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഇവിടെ തുടങ്ങാം.